നമസ്കാരം ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ബോട്ട് റൈഡ് പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അജയും രാഹുൽ ചേട്ടനും കൂടി ടിക്കറ്റ് എടുക്കാൻ പോയേക്കണാണ്. അതെ, നമ്മൾ ആ കാണുന്ന സ്പീഡ് ബോട്ടിലേക്ക് മാട്ടുപ്പെട്ടി ഡാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. ഇങ്ങനെ ട്രാവൽ വീഡിയോസും ചെറിയ ചെറിയ ഡെയിലി വ്ളോഗ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ പ്ലാൻ ഉണ്ട്. തിരക്കെല്ലാം കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രീവിയസ് മന്ത് കുറച്ച് പേഴ്സണലായിട്ടുള്ള തിരക്ക് കാരണം വീഡിയോസൊക്കെ ഇടാനായിട്ട് കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഇനിയുള്ള മന്ത് അങ്ങോട്ട് അടിപൊളിയായിട്ട് വീഡിയോയും കണ്ടന്റുകളെല്ലാം സെറ്റ് ചെയ്യാം നമുക്ക്. നേരത്തെ ഞങ്ങളൊന്ന് മടിച്ച് നിൽക്കണമായിരുന്നു കയറാനായിട്ട്. കാരണം ദേ ആർ സെയിങ് 5 പേർക്ക് പോകണമെങ്കിലും ഞങ്ങൾ 4 പേരുള്ള ആകെ. അപ്പോൾ 5 പേർക്ക് പോകണമെങ്കിലും ഒരു 1050 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നേരത്തെ വേറൊരു കപ്പിൾസ് വന്നായിരുന്നു. അവർ മാത്രം ഉണ്ടായിരുന്നു, ഫാമിലി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മാത്രം ഈ ഒരു ബോട്ട് എടുത്തിട്ട് പോയായിരുന്നു. അവരും 1050 കൊടുത്തിട്ട് തന്നെയാണ് യാത്ര ചെയ്തത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് 10 to 15 മിനിറ്റ്സ് ഡാം ഫുള്ള് കറക്കും, ആ ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ കറക്കും എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ കുറേ ആളായി ബോട്ടിലൊക്കെ ഇങ്ങനത്തെ ചെറിയ ബോട്ടിലൊക്കെ കയറിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഞങ്ങളിത് ആ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലത്ത് നിന്ന് ടിക്കറ്റ് എടുത്തിട്ടോ. നമ്മൾ 4 പേരാണ് ഇപ്പോൾ റൈഡിന് കയറാൻ വേണ്ടി പോണത്. നമ്മൾ ഡിസൈഡ് ചെയ്തു, നമ്മൾ എന്തായാലും റൈഡിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. 1 മണിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകാനായിട്ട് ചെന്ന് ടിക്കറ്റ് എടുക്കാനായിട്ട് നോക്കിയപ്പോഴാണ് അവിടെ മേളിലൊരാൾ സിപ്പ് ലൈനിൽ പോകണം. നിങ്ങൾ കണ്ടാന്നറിയില്ല, അതേ പോകണം. അപ്പോൾ 1 മണിക്ക് ചെന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ ക്ലോസ് ചെയ്ത്. അവിടെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു 1 മണിക്കൂർ. പിന്നെ 1 മണിക്കൂർ ഞങ്ങൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി അടിച്ച് സമയം കളഞ്ഞ് 2 മണിയാക്കി എടുത്ത് നേരെ ടിക്കറ്റ് എടുത്ത് 1080 രൂപ കൊടുത്ത് ഇപ്പോൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോകുന്നതാണ്. ഗേറ്റ് നമ്പർ 2 ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. 15 മിനിറ്റ്സ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ബോട്ടിൽ കയറി കിട്ടുകയാണ്. അപ്പോൾ നമ്മളിത് ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോണേണ്. ചേട്ടാ, എന്താ എക്സ്പീരിയൻസ് പറയാൻ? ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എന്താവും ദൈവത്തിന് അറിയാം. അപ്പോൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് നമ്മൾ ഇറങ്ങി. നമുക്ക് മഞ്ഞ ബോട്ടാണ് കിട്ടി. നേരത്തെ നമ്മൾ കണ്ടില്ല, അതിലെ കൂടി പറന്ന് നോക്കിണ്ടിരുന്നു ആ ഒരു ബോട്ട്. സ്റ്റാർട്ട് ചെയ്ത് ക്യാപ്പ് തിരിച്ചു വെക്കാല് പറന്നു. മാക്സിമം എത്ര സ്പീഡിൽ പോകുന്നത്? 48. നൈസാ, അടിപൊളി. അത്യാവശ്യം ചേട്ടൻ പറഞ്ഞ 48 കിലോമീറ്റർ സ്പീഡിൽ വരെ പോകുന്നതാണ് ഈ ബോട്ട്. ഇതിനും വേറെ ചെറിയ ബോട്ടുണ്ടോ? ഇതാണ് ഏറ്റവും ചെറിയ ബോട്ട്. ഇതാണ് ഏറ്റവും ചെറിയ ബോട്ട്. സ്പീഡ് ബോട്ട് കാറ്റഗറി അല്ലേ? സ്പീഡ് ബോട്ട്. ഞാൻ കുറെ ആള് കൂടിയാണ് കേട്ടോ ഒരു സ്പീഡ് ബോട്ടിൽ കയറുന്നത്. ചെറുതില് ഒരു പ്രാവശ്യം അങ്ങാണ്ട് കയറിയത്, പിന്നെ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് കയറുന്നത്. റിസർവേറിന് നടുക്ക് കിടന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ചോണ്ടിരിക്കുന്നതാണ്. ഒരു ക്രൂസ് ബോർഡിൽ ഇട്ടോണ്ടിരിക്കുന്ന റൗണ്ട് അടിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ചേട്ടൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയാനുള്ളത്? അടിപൊളിയല്ലേ? അപ്പൊ നമ്മള് ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനി ഒരു പറപ്പിക്കലും കൂടി പറപ്പിക്കാൻ പോണേന്ന്. അവരുടെ സൈഡിൽ കൂടി കൊണ്ടുപോകാൻ പറ്റുമോ? Let's go!
Parallel racer, guys. അടിപൊളി. Oh, that's his bitch, I been had that. It's me and Rambo, we got the gun in the backpack. We having hoes in the truck, me and Pat Black. Me and my brothers like Max Payne, man. Oh, you don't got it on. വെള്ളത്തിൽ കട്ടറുണ്ടല്ലേ? I can't be fucking no fan. We in a coupe that's digital dash. I think I see. Give me my mask. We really made niggas run like Flash. I ain't showing love. That shit in the past. Word on my shoulder, so I got a backpack. Comes from these niggas, I swear they go back. Diamonds gon' shine, but they hit a little different when you put them under the sun. How you out here fucking all of these niggas, but still tell me I'm the one. Mama knew I was gon' stay in no business after I got caught with a gun. Your parents are 140 അടി. അയ്യോ ഗൈസ്, ഇവിടെ 140 അടി ആഴമുണ്ടെന്ന് പറഞ്ഞേ. ഇതേ നമ്മുടെ അപ്പുറത്ത് വന്ന് ആ ടീംസ് പോയി. ഗണേഷ്, ഓക്കെ. അയ്യോ ഇളകുന്നു. ഓ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. നൈസ് അല്ലേ എന്നാ? ലാസ്റ്റ് ഒരു ഡ്രിഫ്റ്റ് അടിച്ച അവിടുന്ന്. പക്ഷേ എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല. പക്ഷെ നൈസ് ആയിരുന്നു. പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് തിരിച്ചു പോയി. നമ്മൾ നേരത്തെ ആ ബോട്ടിന്റെ റൈഡൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോൺ നൈസായിട്ട് ഓഫായി പോയി. ഇപ്പോഴും ചാർജ് ഇല്ല, 5% ഉള്ളു. ഞാൻ ഇവിടെ നമ്മൾ എല്ലാവരും കൂടി പെട്ടവടയിൽ വന്ന് ഇപ്പം അവിടെ നിന്ന് എൻട്രി ചെയ്തിട്ടാ. ടൈം എല്ലാം പറഞ്ഞു തിരിച്ചു കയറണം. 6 മണിയല്ലേ? അപ്പൊ 6 മണിക്ക് തിരിച്ചു കയറണം. ഇപ്പൊ സമയം എത്ര മണിയായി? 5 മണിയായല്ലേ? അപ്പൊ ഇനി 1 മണിക്കൂർ കൂടിയുണ്ട്. 1 മണിക്കൂറും കൂടി ജസ്റ്റ് പെട്ടവട ഇറങ്ങി നടന്നിട്ട് തിരിച്ചു കിട്ടി പോകാം. ഞാൻ കുടിக்கிறேன். வா குடி. പേരെന്താ? കർണാസ്. കർണാസ്. നാട്ടിൽ പഠിക്കുന്നത്. ക്ലാസ് ഇല്ലേ? ക്ലാസ് പെട്ടെന്ന് 5 വർഷം തന്നാ മതി, ബീച്ചിൽ പോകും. അത്രേ ഉള്ളൂ. 6 മണിക്ക് മുമ്പ് പോകാൻ ഞാൻ അവിടെ വരും. നമ്മളിപ്പോ സ്ട്രോബെറി ഫാം കാണിച്ചു തരാന്ന് പറഞ്ഞതേ കുട്ടിപ്പയ്യൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഫാം കാണാൻ വേണ്ടി വന്നേക്കാം. മറ്റേ സ്ട്രോബെറി ഫാം അല്ലേ? സ്ട്രോബെറി ഉണ്ട് ഇപ്പൊ? സീസൺ ആണോ? കുറച്ചെന്നാണോ? സ്ട്രോബെറി ഫാം ഗൈസ്. ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്യണം മറ്റേ വേറൊരു ഫോണിലാണ് കേട്ടോ. അപ്പൊ കുറച്ച് ക്ലാരിറ്റിക്ക് ഇതുണ്ടാവും, ക്ഷമിക്കണം. സ്ട്രോബെറി ഒന്നും ഇല്ലല്ലേ? ഉണ്ടോ? ഇത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം സ്ട്രോബെറി ആണ് കേട്ടോ. അവിടെ മറ്റേ വാട്ടർ സ്പ്രിങ്ക്ലർ ഒക്കെ വെച്ചിട്ടുണ്ട് അവര്. ഈ കാണുന്ന ഫുള്ള് സ്ട്രോബെറിയാണ്. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. നോക്കട്ടെ. സ്ട്രോബെറി സെയിലുണ്ടെന്നാ പറയണം, പക്ഷെ ഒന്നും കാണുന്നില്ല ഇവിടെ. നോക്കട്ടെ പയ്യനെന്താ പറയണ നോക്കാം. ഇതേതാ? മഞ്ഞേതാ? അത് കാണാം.
അത് ശ്വാസം മുട്ടും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ജാമല്ലോ അതാ 2 ജാം എടുത്താ 2 ജാം എടുക്കാം. ഇത് മതിയാ? ചുരുണ്ട് ഫ്രീ ഉള്ള ഇത് അപ്പം 4 വേണ്ടി വരുമല്ലോ. 4 മേടിച്ചു, അപ്പൊ 2 ഫ്രീ ഉണ്ടല്ലോ. അപ്പൊ 6 ആവൂലേ? അപ്പൊ അപ്പൊ നിങ്ങൾ 4 മേടിച്ചു, അപ്പൊ അതിന് കുറച്ച് അഡീഷൻ പോലെ എന്നാ അങ്ങനെ 4 മതിയല്ലോ. ഈ കളർ ചോമ്പ് മതി. എല്ലാം ചുമപ്പ് മതി. എല്ലാം ചൊമ്പാണല്ലേ ടേസ്റ്റ്. സ്ട്രോബെറി അല്ലാതെ ഇല്ലേ? നാലെണ്ണല്ലേ? സ്ട്രോബെറി ഇതേണ്ടല്ലോ, പരിചയം വെച്ചിട്ടുണ്ടല്ലോ. എവിടെ ഒന്ന് കാണിച്ചേ? ഇപ്പൊ സീസൺ അല്ലെങ്കിൽ ടേസ്റ്റ് കൊണ്ടായിരിക്കും എല്ലാവരും കൊടുക്കല്ലോ. ഓർമ്മ വെച്ചിട്ടുണ്ട് 15 ദിവസം കഴിക്കുന്നുണ്ട്. ഇതിന്റെ സീസൺ എപ്പോഴൊക്കെയാ സ്ട്രോബെറിയുടെ? നമുക്ക് ഡിസംബർ മാസമാണ്. ഡിസംബർ അല്ലേ? ഡിസംബർ തൊട്ട് മാർച്ച് ഏപ്രിൽ വരെ കാണും. ഏപ്രിൽ വരെ. നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്ത് നിന്ന് ജാമ് മേടിച്ചിട്ട് നമ്മളൊരു 4 ജാമ് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ അകത്ത് കാണുന്ന ഈ ഒരു കടയിൽ കയറി നോക്കി ചായ റെഡി ആയിട്ടുണ്ട്. ഇവിടുത്തെ ചായ പറഞ്ഞിട്ടുണ്ട്, ചായ എടുത്തിട്ട് പറ്റി. ചായ വന്ന് 2 മാഗിയും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മാഗിയും കൂടി കുടിച്ചിട്ട് നമുക്ക് 6 മണിക്ക് വേണം. പക്ഷെ അവർ ഇവിടെ നിന്ന് ഒരു കാർഡ് തന്നു. അപ്പോൾ ഇവരുടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് വിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗുഡ് മോർണിംഗ് ഫ്രം മൂന്നാർ ഗൈസ്. ഞങ്ങൾ ഇന്നലത്തെ വട്ടവട ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ രാത്രിയായി വീട്ടിൽ വന്നപ്പോൾ. ഏകദേശം ഒരു 8 മണി 9 മണിയോളം ആയി ടൈം. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും, വീട്ടിലല്ല റൂമിൽ തിരിച്ചെത്തിയപ്പോഴേക്കും. എന്നിട്ട് പിന്നെ ഞങ്ങൾ വണ്ടിയെല്ലാം ഇവിടെ പാർക്ക് ചെയ്തേ. ഇവിടെ ഒരു സ്പേസ് ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ ഒരു റൂമിലാണ് നമ്മൾ നിന്നത്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇന്നലെ പോയി ശരവണ ഭവനിൽ നിന്ന് ദോശയും ഇതെല്ലാം കഴിച്ചു. രാത്രി ദോശയും ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ വന്ന് കിടന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഒറ്റയടിക്ക് പല സ്ഥലത്താണ് നമ്മൾ യാത്ര ചെയ്തത്. ഇന്നലെ ഓൾമോസ്റ്റ് ഒരുമാതിരി എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്തു. ഇന്നലത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ വട്ടവട മര്യാദക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല, അധികം യാത്ര ചെയ്യാനായിട്ടും പറ്റിയില്ല നമ്മൾ. കാരണം ലേറ്റായി അവിടെ ചെന്നപ്പോഴേക്കും. വേറൊരു ഡാമിൽ പോയിട്ടാണ് നമ്മൾ മറ്റേ പെഡൽ ബോട്ടിംഗ് ഒക്കെ ചെയ്തായിരുന്നു. അതിൻ്റെ ഇടയിൽ പെഡൽ ബോട്ടിങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വട്ടവട പോയി. ചെന്നപ്പോഴേക്കും ലേറ്റായി അത്യാവശ്യം. ഇന്നലെ ഒരു പയ്യനെ കാണിച്ചു തന്നില്ലേ, അത് ഞാൻ മറ്റേ ഫോണിലെടുത്ത് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതിന് നമ്മളെ കൊണ്ടുപോയി കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയൊക്കെ വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് അവിടെ നിന്ന് ആ ഒരു ടൈം ആയപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് ഇപ്പോഴത്തെ നമ്മൾ ഗ്യാപ്പ് റോഡിലേക്ക് പോകാനായിട്ട് പോകുന്നതാണ് മൂന്നാർ. അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കൊച്ചിക്ക് വിട്ടു കൊടുക്കാം. ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഏകദേശം ഓൾമോസ്റ്റ് 15 ഡിഗ്രീസ് തണുപ്പുണ്ട് ഇപ്പോൾ രാവിലെ. കോഴയൊന്നുമില്ല, പക്ഷെ തണുപ്പുണ്ട് അത്യാവശ്യം. കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റാണ്. ഈ ഒരു ക്ലൈമറ്റിലൊക്കെ അടിപൊളിയാണ് നടക്കാനായിട്ട്. എന്നാൽ നമുക്ക് മൂന്നാറിൽ ഗ്യാപ്പ് റോഡിലേക്ക് പതുക്കെ വിട്ടു കൊടുക്കാം. ഗ്യാപ്പ് റോഡിൽ നിന്നൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ബൈ.